തുറന്നു തന്നില്ലെങ്കിൽ ഞങ്ങൾ വീട് പൊളിച്ച് അകത്ത് കയറും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുകളിൽ നിന്നുള്ള ഉത്തരവ് കൊണ്ടാണെന്നുള്ള ഉറപ്പാണ്. എന്നിട്ട് എന്താണെന്നറിയോ ഈ പോലീസുകാർ ചെയ്തത്? ഈ പോലീസുകാർ എൻ്റെ വീട്ടിൽ 2ാം നിലയിൽ കൂടി അതിക്രമിച്ച് കയറുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനൊരു മുസ്ലിമും എൻ്റെ അമ്മ ഒരു ഹിന്ദുവും എൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയുമാണ്. എനിക്ക് ജാതിമതം പോലും ഇല്ലാത്ത ആളാണ് ഞാൻ വർഗീയ കലാപം ഉണ്ടാക്കി പോലീസ് സേനയ്ക്കെതിരെ. ശ്രീജിത്താണോ പോലീസ് സേന? അല്ല. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാതികൾ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ആ പരാതികളുമായി ഞാൻ മുന്നോട്ട് പോകും. ഇവർ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നെന്താ സംഭവിച്ചത്? അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്നിട്ട് എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് അയാൾ എനിക്കെതിരെ ഒരു സെർച്ച് വാറൻറ്റ് അവിടുന്ന് വാങ്ങിച്ചു. സെർച്ച് വാറൻറ്റ് വാങ്ങിച്ചിട്ട് അയാൾ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാനുമില്ല, എൻ്റെ ഭാര്യയുമില്ല. ആ വീട്ടിലൊരു വേലക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞു ഈ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല, അതുകൊണ്ട് ഇവിടെ കയറി സെർച്ച് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യയെ വിളിച്ചു. എൻ്റെ ഭാര്യ പാലയിലായിരുന്നു. എൻ്റെ ഭാര്യയെ വിളിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ പേരിലാണ് വീടുള്ളത്, ഞാനിപ്പോൾ വീട്ടിലില്ല, ഇപ്പോൾ ചെയ്യാൻ പാടില്ല, ഞാൻ വന്നിട്ട് സെർച്ച് വാറന്റ് ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി നിന്നു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്കാരിയോട് പറഞ്ഞു തുറന്നു തന്നില്ലെങ്കിൽ ഞങ്ങൾ വീട് പൊളിച്ച് അകത്ത് കയറും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുകളിൽ നിന്നുള്ള ഉത്തരവ് കൊണ്ടാണെന്നുള്ള ഉറപ്പാണ്. എന്നിട്ട് എന്താണെന്നറിയോ ഈ പോലീസുകാർ ചെയ്തത്? ഈ പോലീസുകാർ എൻ്റെ വീട്ടിൽ 2ാം നിലയിൽ കൂടി അതിക്രമിച്ച് കയറുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവരെൻ്റെ വീട്ടിൽ സെർച്ച് വാറൻറ്റുമായിട്ട് വരുമ്പോഴത്തേക്ക് സെർച്ച് നടത്തുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് അവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് തീർത്തും അനധികൃതമാണ്. ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നതാണ്. എനിക്കെതിരെ ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ മുമ്പത്തെ മാസവും എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നിങ്ങൾക്കറിയാവുന്നതാണ്. അന്ന് വാറൻറ്റും ഇല്ല, നോട്ടീസും ഇല്ല, ഒന്നും ഇല്ലാതെയായിരുന്നു. അപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും അനധികൃതമാണ്. പോലീസ് എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ളത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ ADGPയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞതിനെക്കുറിച്ചൊരു അനക്കയില്ല. ഞാനതിന് ഹൈക്കോടതിയിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ വാശി. അന്വേഷണമില്ല. എന്നിട്ട് അത് പുറത്തു കൊണ്ടുവന്ന എനിക്കെതിരെ കേസും സെർച്ച് വാറൻറ്റും. ഇതിപ്പം മനുഷ്യന് ജീവിക്കണ്ടേ ഈ സമൂഹത്തിൽ? അത് ജീവിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. ഞാൻ ഈ വിഷയത്തിൽ ഇനിയും മുന്നോട്ട് പോകും. എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ തീർത്തും നിയമവിരുദ്ധമാണ് എന്നുള്ള നിയമോപദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ADGP ഒരു പൗരനെതിരെ നേരിട്ട് ഇറങ്ങുകയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീജിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഇനിയും ഞാൻ ചെയ്യും. ഞാൻ SITക്ക് ഒരു റിമൈൻഡർ കൊടുക്കുന്നുണ്ട്. SITയുടെ അധ്യക്ഷനായിട്ടുള്ള H. വെങ്കടേശനെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ഈ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഞാൻ DGPയെ നേരിട്ട് ഒന്നുകൂടി കാണുന്നുണ്ട്. ഞാൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് ഇയാൾക്കെതിരെ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാത്തിരിക്കും. അതിനുശേഷം ഞാൻ ഹൈക്കോടതിയിലേക്ക് പോകും.